ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വായ്പകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ പല തരത്തിലുള്ള വായ്പകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിലായി നമ്മൾ വാങ്ങിയിട്ടുണ്ടാവാം. അത് ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആവശ്യമുള്ള വായ്പകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല സമയങ്ങളിലായി സ്വരൂപിച്ചിട്ടുണ്ടാവാം. നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിലും ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പലതരത്തിലുള്ള വായ്പകൾ, വിദ്യാഭ്യാസ വായ്പയോ പഠന ആവശ്യാർത്ഥം വിദ്യാഭ്യാസ വായ്പയോ ഇനി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിലേക്ക് കടന്നതിന് ശേഷം സ്ഥലം എടുക്കുന്നതിന് വേണ്ടിയോ ഇനി അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയോ വീട് നിർമ്മാണത്തിന് വേണ്ടിയോ ഒക്കെ നമ്മൾ വായ്പകൾ വാങ്ങിയിട്ടുണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള വായ്പകൾ വാങ്ങി പല ചതിക്കുഴികളിലും പല പ്രശ്നങ്ങളിലും നമ്മൾ പെട്ടുപോകാറുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, പലതരത്തിലുള്ള സ്കാമുകൾ, പലതരത്തിലുള്ള ഫ്രോഡായിട്ടുള്ള ആക്ടിവിറ്റീസ്, പല ഡെപ്പോസിറ്റ് സ്കീമുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള വായ്പകളൊക്കെ വാങ്ങി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഇത്തരത്തിൽ ഏത് തരത്തിലാണെങ്കിലും നമ്മൾ വായ്പകൾ വാങ്ങിക്കഴിഞ്ഞാൽ ഈ വായ്പകൾ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിന് ശേഷം നമ്മളിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ വലിയ മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ഒടുവിൽ അത് ആത്മഹത്യകളിലേക്ക് നയിക്കുന്ന സാഹചര്യം, അതുപോലെ ജപ്തി നടപടികൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഒക്കെ നമ്മുടെ പല ആൾക്കാരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൈനംദിനമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും ഈ വായ്പയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. വായ്പ വാങ്ങി തിരിച്ചടവ് മുടങ്ങി ബാങ്ക് ജപ്തി ചെയ്യാൻ വന്നപ്പോൾ കുടുംബനാഥൻ ആത്മഹത്യ ചെയ്തു, വിദ്യാഭ്യാസ ലോൺ കിട്ടാത്തതിനാൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ തിരിച്ചടക്കാൻ കഴിയാത്തതിനാൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വായ്പകൾ വാങ്ങുന്നത് കൊണ്ട് കുറ്റമില്ല. കാരണം ഒരു ബാങ്കിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ച് അത് വായ്പയായി നൽകിക്കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജെന്യുവിനാണ്, നമ്മൾക്ക് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഒരു നിശ്ചിത കാലത്തിന് ശേഷം ഉണ്ടാവും എന്നൊക്കെയുള്ള ധാരണയിലാണ് പല ബാങ്കുകളും നമുക്ക് വായ്പ തരുന്നത്. അപ്പൊ ഇത്തരത്തിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ വായ്പ വാങ്ങുക എന്നുള്ള ഒരു ശീലം മലയാളികൾക്കുണ്ട്. അപ്പോൾ പരമാവധി അത്തരത്തിലുള്ള വായ്പകളിലേക്ക് പോകാതിരിക്കുക, നമ്മളൊരു മിതവ്യയം നമ്മൾ സ്വരൂപിക്കുക, ആ ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിനുള്ള ഒരു പ്രതിവിധി. എങ്കിലും ഒരു വായ്പയെങ്കിലും ഇതുവരെ വാങ്ങാത്ത മലയാളികൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ വളരെയേറെ സംശയമായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ വായ്പകൾ വാങ്ങി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ കൂടിയാണ് ഈ വായ്പയിൽ നിന്നുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് തലയൂരാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ലോണുകളൊക്കെ എങ്ങനെ തിരിച്ചടക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമേ യഥാർത്ഥത്തിൽ ലോണുകളുടെ പുറകെ പോകാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എന്തായാലും വായ്പ വാങ്ങി നമ്മൾ ഒറ്റക്ക് മാത്രം അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നടക്കാതെ ഏറ്റവും പ്രധാനമായി ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് എത്ര രൂപയാണ് വായ്പ വാങ്ങിയത് തിരിച്ചടക്കാനുള്ളത്, ലോണ് തിരിച്ചടക്കാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ഫാമിലിയുമായി അത് കൃത്യമായി സംവദിക്കുക എന്നുള്ളതാണ്. അതായത് ഇത്ര രൂപ എനിക്ക് വായ്പയുണ്ട്, നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്ന വായ്പയാണ്. അപ്പൊ എത്ര രൂപയാണ് ഇനി നമ്മൾ തിരിച്ചടക്കാനുള്ളത്, ഇത്ര ലക്ഷം രൂപ നമുക്ക് വായ്പ തിരിച്ചടക്കാനുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമ്മുടെ ഫാമിലിയുമായി അത് ചർച്ച ചെയ്യുക. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ പാർട്ട്ണറുമായെങ്കിലും നമ്മൾ തിരിച്ചടക്കാനുള്ള തുകയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നൽകുക എന്നുള്ളതാണ് പ്രഥമമായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. പങ്കാളിയുമായി സംസാരിച്ച് ഈ വായ്പ തിരിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുക. രണ്ടാമതായി, ഈ വായ്പ ഏതൊക്കെ തരത്തിലുള്ള വായ്പയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി എഴുതി തയ്യാറാക്കി വെക്കുക. അതിൽ തന്നെ ഏത് വായ്പയാണ് നമ്മൾ ആദ്യം തിരിച്ചടച്ച് തീർക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ വായ്പ തിരിച്ചടക്കേണ്ടത് തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, രണ്ട് രീതിയിൽ നമുക്ക് ഈ വായ്പ തിരിച്ചടച്ച് തീർക്കാം. ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞ തുകയുള്ള വായ്പ തിരിച്ചടച്ച് തീർക്കാം, ഇനി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പലിശ കൊടുക്കേണ്ടുന്ന വായ്പ തിരിച്ചടച്ചു തീർക്കാം. രണ്ട് രീതിയിലാണ് ഇതിന്റെ ഗുണമുള്ളത്. ഏറ്റവും കുറഞ്ഞ തുകയുള്ള വായ്പയാണ് തിരിച്ചടക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഒരു വായ്പ അടച്ചു തീർത്തു
രണ്ടോ മൂന്നോ വായ്പകളെ ഇനി നമ്മൾ തിരിച്ചടക്കേണ്ടതുള്ളൂ എന്നുള്ള ഒരു മാനസിക സന്തോഷം നമ്മൾക്കുണ്ടാവും. രണ്ടാമതായി, ഇതിൽ ഏറ്റവും കൂടുതൽ പലിശയുള്ള വായ്പ തിരിച്ചടക്കുക എന്നുള്ളത് മറ്റൊരു തന്ത്രമാണ്. കാരണം നമ്മളെപ്പോഴും വായ്പ തിരിച്ചടക്കുന്ന സമയത്ത് അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടും അതിന്റെ പലിശകളും അതിന്റെ പലിശയുമാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പലിശക്ക് എടുത്തിരിക്കുന്ന ലോണാണെങ്കിൽ ആ ലോണ് ആദ്യം തിരിച്ചടക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയും പലിശ നമുക്ക് അടുത്ത അടവിലേക്ക് അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ അത്രയും പലിശ ഭാരം നമുക്ക് കുറയുന്നതാണ്. അപ്പൊ ഈ രണ്ട് രീതിയിലാണ് വായ്പ തിരിച്ചടക്കാൻ വേണ്ടി തീരുമാനിക്കേണ്ടത്. ഏത് വായ്പയാണ് ആദ്യം അടക്കേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഏറ്റവും കുറഞ്ഞ ബാലൻസ് ഉള്ള വായ്പ തിരിച്ചടക്കുക. ഇനി അല്ലെങ്കിൽ ഏറ്റവും കൂടിയ പലിശയുള്ള വായ്പ തിരിച്ചടക്കുക. അടുത്തതായി, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുക. ഇപ്പൊ നമുക്കറിയാം, പല ആൾക്കാരും ബഡ്ജറ്റിനനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ കണ്ട് ജീവിക്കുക. അവർക്ക് അത് ഉണ്ട്, അവർക്ക് അത്രയും വലിയ കാറുണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ കാർ മാറ്റി പുതിയ കാറിലേക്ക് കടക്കും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ കറക്റ്റ് തയ്യാറാക്കണം. ഒരു മാസം എത്ര രൂപയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അനാവശ്യ ചിലവുകളൊക്കെ ഒഴിവാക്കി ആ ബഡ്ജറ്റിനെ സാധൂകരിക്കുന്ന രീതിയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായി നമുക്കറിയാം, നമ്മൾക്ക് ഒരുപക്ഷെ ഒരു ജോലി ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒരു വരുമാനം ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മൾക്ക് വായ്പ ലഭിച്ചിട്ടുണ്ടാവുക. നമ്മുടെ വരുമാനത്തിന് പുറമെ നമ്മൾക്ക് സൈഡ് ഇൻകം ഏതൊക്കെ രീതിയിലാണ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക, അത് ഒരുപക്ഷെ നമ്മൾ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള സൈഡ് ആയിട്ടുള്ള വരുമാനം, സൈഡ് ഇൻകം എന്തൊക്കെയാണ്? നമ്മുടെ കൃത്യമായ മാസത്തിൽ കിട്ടുന്ന സാലറിക്ക് അല്ലെങ്കിൽ മാസത്തിൽ കിട്ടുന്ന വരുമാനത്തിന് പുറമെ മറ്റൊരു സൈഡ് ഇൻകം കൂടെ ജനറേറ്റ് ചെയ്യാനുള്ള പ്രവർത്തികൾ ചെയ്യുക. അത് കണ്ട ഏതെങ്കിലും പോൺസി സ്കീമുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലോ പോയി ചാടാതെ നമ്മൾക്ക് ഏത് രീതിയിലാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത്തരത്തിലുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക. ഒരുപക്ഷെ വൈകുന്നേരം 1-2 മണിക്കൂർ അധികമായി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സന്തോഷങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടി ത്യജിക്കേണ്ടി വരും. എങ്കിലും നമ്മുടെ മുന്നിലുണ്ടായിരിക്കേണ്ട ലക്ഷ്യം നമ്മുടെ പ്രധാനപ്പെട്ട വായ്പ അടച്ചു തീർക്കുക എന്ന് പറയുന്ന വിഷയമായിരിക്കണം. അപ്രതീക്ഷിതമായി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ തുകകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വായ്പ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത കാര്യമാണ്. നമുക്കറിയാം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവയും അതുപോലെ ഡിജിറ്റൽ ട്രാൻസാക്ഷനും കൂടുന്നതോടുകൂടി മനുഷ്യന്റെ മിതവ്യയശീലം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ക്യാഷ് എടുത്ത് കറൻസി എടുത്ത് കൊടുക്കുന്നതിന് പകരം ഈ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഡിജിറ്റൽ പേയ്മെന്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചതിലധികം നമ്മൾ ചിലവാക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ട്. പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ. നമുക്കറിയാം, നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിലും നമ്മൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങാൻ വേണ്ടി കഴിയും. പക്ഷേ ഒരു മാസം കഴിയുന്ന സമയത്ത് അത് നമ്മൾ തിരിച്ചടക്കേണ്ടതാണ് എന്നുള്ള ബോധം കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള കാർഡുകൾ ഉപയോഗിക്കുന്നതും അതുപോലെ ഡിജിറ്റൽ മണി ഉപയോഗിക്കുന്നതും ഒക്കെ പരമാവധി കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആറാമതായി പറയാനുള്ളത്. വരവ് ചിലവ് കണക്കുകളൊക്കെ എഴുതി വെച്ച് ഓരോ മാസവും കൃത്യമായി നമ്മുടെ വരവിനനുസരിച്ചാണോ നമ്മൾ ആ മാസം ചെലവാക്കിയിരിക്കുന്നത്, അടുത്ത മാസത്തേക്ക് അടക്കേണ്ടുന്ന EMI അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് അടക്കേണ്ടുന്ന വായ്പയുടെ എമൗണ്ട്, ഇതൊക്കെ ഈ മാസം അവസാനം എത്തുന്ന ആ മാസത്തിന്റെ അവസാന നാളുകളിലെങ്കിലും നമ്മളുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ഇപ്പൊ 10-ാം തീയതിയാണ് നമ്മുടെ EMI പോവേണ്ടത് അല്ലെങ്കിൽ 10-ാം തീയതിയാണ് നമ്മൾ വായ്പ അടച്ചു പോവേണ്ടത് എങ്കിൽ 9-ാം തീയതി തലേന്ന് നമ്മൾ പരക്കം പായുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒരു വായ്പ വാങ്ങി മറ്റൊരു വായ്പ അടക്കുന്ന ആ സ്വഭാവം നമ്മൾ പരമാവധി ഒഴിവാക്കണം. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാത്രം ചിലവ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തണം. അപ്പോൾ ഓരോ മാസവും ഈ മാസം എത്ര രൂപ നമ്മുടെ വരുമാനമുണ്ട്, ആ വരുമാനത്തിന് അനുസൃതമായാണോ നമ്മുടെ ചെലവ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് അഡീഷണൽ എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ തിന്നാതെയും കുടിക്കാതെയുമുള്ള ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കണം. അത്യാവശ്യം ജീവിതം ആസ്വദിച്ചുകൊണ്ട് തന്നെ
സാമ്പത്തിക കാര്യത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി.